ഗുരുവായൂരപ്പൻ നേരിട്ട് ക്ഷണിച്ചിരിക്കുകയാണ് നിങ്ങളെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ ഇവിടെയാ നന്ദഗാവ് വിട്ടിട്ട് ഇനി വൃന്ദാവനത്തിലോട്ട് വരുന്ന ആ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരെയും ഗുരുവായൂരപ്പൻ തന്നെ കൈപിടിച്ച് എങ്ങനെയാണ് മധുരയിൽ നിന്ന് ദ്വാരകയിൽ കൊണ്ടുപോയില്ലേ, അതേപോലെ തന്നെ നിങ്ങളെ എല്ലാവരെയും കേരളത്തിൽ നിന്നിട്ട് വൃന്ദാവനത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഹരേ കൃഷ്ണ, ഹരിഗോൾ. ഇന്നലത്തെ ആ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് പഠിക്കണ്ടേ? പഠിക്കണം. ഇന്നലെ വയ്യാത്തോണ്ട് കയറിയില്ല മാതാജി. ഇനി അത് പഠിക്കണം, നോക്കണം. അതിനകത്ത് ഹോസ്പിറ്റലിൽ നിന്ന് ഓടി വന്നതാണ് ഡോക്ടറെ കണ്ടിട്ട് രാത്രി. ഓ, അത് ശരി, അത് ശരി. എന്തോ ചെയ്യും, അസുഖമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. എന്നും മായ പിടിയാണ്, ഇപ്പം പിടിച്ചു വലിച്ച മായ ഞാൻ തള്ളി വിട്ടോണ്ട്. അതാ പറഞ്ഞത്, നമ്മുടെ ജന്മത്തിൽ ചെയ്ത പാവങ്ങളുണ്ടല്ലോ, അതെല്ലാം ഈ ജന്മത്തിൽ ഇല്ലാതാക്കിയിട്ട് ഭഗവാൻ നേരിട്ട് വന്നുവാ. അതുകൊണ്ടാണ് കേട്ടോ, സുഖസമൃദ്ധിയായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ തരുവാണ്. ഈ അനുഗ്രഹം നമ്മൾ വിചാരിച്ചാൽ മതി. ഓക്കെ, അത് മാത്രമേ അത് നമുക്കിനി ഇന്നലെ 10 ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതായത് ആ 10 ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് പറയാം. മഹാബലിയെ ഭഗവാൻ ഏത് ലോകത്തിലേക്കാണ് വിട്ടത്? അതല്ലേ ക്വസ്റ്റ്യന്? അതെ അതെ, പാതാളം. മഹാബലിയെ ഭഗവാൻ വിഷ്ണു ഏത് ലോകത്തിലേക്കാണ് വിട്ടത്? സുതലം. പാതാളം എന്ന് പറയുന്നത് എത്ര പേരുണ്ട്? സുതലത്തിലേക്കാണ് വിട്ടത്. ആര് പറഞ്ഞു സുതലാണ്? മിണ്ടായില്ലേ അവിടെ? എത്ര പേര് പാതാളം എന്ന് പറയുന്നുണ്ട്? ഞാൻ പറഞ്ഞു പാതാളം. പാതാളം അംബിജാരാധ പറഞ്ഞു പാതാളം. അതെ, മാതാജി എല്ലാം കറക്റ്റ് ആയിട്ട് പറയുന്ന ആളാണല്ലോ. എന്നിട്ട് വേറെ എത്ര പേരുണ്ട് പാതാളത്തെ സപ്പോർട്ട് ചെയ്യുന്നവർ? എത്ര പേരുണ്ട്? ഞാനുണ്ട്. അവർ വേറെ ആരുണ്ട്? ആരൊക്കെ പറഞ്ഞു, ഇപ്പൊ ആരും പറയുന്നില്ലല്ലേ മാതാജി? പറഞ്ഞോളൂ. പാതാളം ശരി, എത്ര പേരുണ്ട്? ഞാൻ പറഞ്ഞു മാതാജി പാതാളം എന്ന്. ശരിയാണ്. സുധാമാതാജിയും പാതാളം പറഞ്ഞു. നിങ്ങളെ എല്ലാം പിടിച്ചുണ്ടല്ലോ, കാത് പിടിച്ച് കിഴുക്കി തരണം. അതാ വേണ്ടിയത്. 100 തവണ കഥ പറഞ്ഞിട്ടുള്ളതാ. കഥ മാത്രമല്ല, നമുക്ക് അതിന്റെ വാമനാവതാരം പറഞ്ഞു തന്നിട്ടുള്ളതാ. ദശകം 30 പാതാളത്തിലേക്കാണ് മഹാബലിയെ ചവിട്ടി താഴ്ത്തിയത്. നിങ്ങൾക്ക് പറഞ്ഞു തരുന്നേ, അത് ഇത്ര കഥകളോടുകൂടി പറഞ്ഞു തരുന്നതിനൊക്കെ നിങ്ങൾക്ക് ഇത് മനസ്സിൽ നിൽക്കുന്നില്ലല്ലോ. അത് ശരിക്കും മന്ദബുദ്ധികളാ മാതാജി, ഞങ്ങള് ബുദ്ധിയില്ലാത്തവരല്ലേ. അല്ല, മറന്നുപോയതാ മാതാജി. കഥയൊക്കെ വയസ്സായതുകൊണ്ട് മാറി ബുദ്ധി കെട്ട് പോകണം, മറന്നുപോയതാ. എല്ലാരും പ്രായമായല്ലോ മാതാജി. 70 വയസ്സുള്ള വിദ്യാർത്ഥികളാ മാതാജി ഞങ്ങള്. കലിയുഗ മക്കള് അല്പബുദ്ധി. ഇനി അറിഞ്ഞോ അറിയാതെ പറയരുത്, പാതാളം എന്ന് ഒരിക്കലും പറയരുത്. ഞാൻ 100 തവണ പറഞ്ഞിട്ടുണ്ട്. ഇന്ദ്രലോകത്തിലേക്കായാലും വേറെ ഒരു നല്ല ലോകം ഉണ്ടാക്കിയിട്ട് സുതലത്തിലേക്കാണ് എന്നിട്ട് വാമനൻ സ്വയമാണെന്നുണ്ടെങ്കിൽ മഹാവിഷ്ണു സ്വയം അവിടുത്തെ ഗാർഡായിട്ട് പോയി എന്നുള്ളതാ, കാവൽക്കാരനായിട്ട്. മഹാബലി പറഞ്ഞു എനിക്ക് അങ്ങനെ പിരിയാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം വിഷ്ണു ഭഗവാനും മഹാബലിയുടെ കൂടെ സുതലത്തിൽ പോയി എന്നുള്ളതാ. ഒരിക്കലും പറയരുത്. പണ്ടത്തെ ആൾക്കാരുണ്ടല്ലോ ഇങ്ങനെ പറഞ്ഞു വാമൊഴികളായിട്ട് പറഞ്ഞു പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി, എന്നിട്ട് പിന്നെ വർഷത്തിൽ ഒരിക്കൽ അവര് മഹാബലിയെ കൊണ്ടുവരും, എന്നിട്ട് അതാ ഓണമായിട്ട് ആഘോഷിക്കുന്നതെന്നൊക്കെ പറഞ്ഞ്. അത് ഞാൻ കറക്റ്റിന് പറഞ്ഞു തന്നിട്ടുള്ളതാ. ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വാമനാവതാരം. ആദ്യം കേക്ക്. വാമനാവതാരം നടന്നത് ചിങ്ങമാസത്തിലെ തിരുവോണത്തിന്റെ ദിവസമാണ് വാമനാവതാരം നടന്നത്. മനസ്സിലായോ? അതുകൊണ്ട് അന്ന് വാമനൻ തൃക്കാക്കരയപ്പന്റെ, നമ്മളെ അത്തപ്പൂ ഇടുമ്പോ തൃക്കാക്കരയപ്പന്റെ ആ പ്രതിമയാണ് നമ്മൾ വെക്കുന്നതെന്നുള്ളതാ. അത് ഒരിക്കലും നിങ്ങൾ മറക്കരുത്. ഏത് ഉറക്കത്തിൽ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാലും ആരാ മഹാബലിയെ ഭഗവാൻ വിഷ്ണു എവിടേക്കാ ചവിട്ടി താഴ്ത്തിയത്? ചവിട്ടി താഴ്ത്തിയില്ല, അനുഗ്രഹിച്ചു വിട്ടു.
എവിടേക്കാണ്? സുതലം. സുതലം. ആ, ഏത് ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും ഇനി ഇതേ പറയാവൂ. നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവൽ ആണ്. കൃഷിയൊക്കെ എടുപ്പ് ആ സമയത്ത് വരും. എന്നിട്ട് എല്ലാവർക്കും ആനന്ദത്തോടു കൂടി ക്ലൈമറ്റും കാലാവസ്ഥയും എല്ലാം അതിന് അനുകൂലമായിട്ട് കുറേ ബട്ടർഫ്ലൈസും അതും ഇതും ഒക്കെ തുമ്പികളെ, പണ്ട് ഓണത്തുമ്പികൾ എന്നൊക്കെ നമ്മൾ പറയത്തില്ലായിരുന്നു. അന്നേരം പ്രകൃതി പോലും അതിന് അനുകൂലമായിട്ട് നിന്നിട്ടാണ് ആ ഒരു ഫെസ്റ്റിവലാണ് നമുക്ക് ചിങ്ങമാസത്തിലെ തിരുവോണം. അതും വാമനാവതാരം നടന്നതും അന്ന് തന്നെയാണ്. അന്നേരം സുതലത്തിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഒരിക്കലും മറക്കരുത്. കേട്ടല്ലോ? ഓക്കെ മാതാജി. ഹരേ കൃഷ്ണ. പാതാളം പറഞ്ഞവരെല്ലാം 10 തവണ ചെവി പിടിച്ചിട്ട് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുന്നു. ആ ഞാൻ അപ്പൊ തന്നെ ചെയ്തു മാതാജി. മാതാജി ശരിക്കും ഇനി ചെയ്തു. ഒരിക്കലും മറക്കൂല. ഇനി ഒരിക്കലും മറക്കൂല. ഒരിക്കലും മറക്കരുത്. അതിന് വേണ്ടിട്ട് ഞാൻ എന്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ചെവി പൊന്നായി പോയിനിയായിരുന്നു. അത് നിങ്ങൾ ഏതായാലും ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. മാതാജി ഇനി അടുത്തത് മാതാജി അതലം വിതലം സുതലം മൂന്നാമത്തെ സ്ഥലത്തല്ലേ? സുതലം അങ്ങ് വെച്ചാൽ മതി. ഇനി കൂടുതൽ അങ്ങോട്ട് പോകുമ്പോഴാ എക്സ്പാൻഡ് ചെയ്തൊക്കെ പോകുമ്പോഴാ നമുക്ക് ബുദ്ധി നിൽക്കാത്തത്. സുതലം മനസ്സിലായോ? സുതലം. ധൃതരാഷ്ട്രർ, പാണ്ഡു, വിതുരർ ഇവരുടെ പിതാവ്. ധൃതരാഷ്ട്രര്, പാണ്ഡു, വിതുരര്. ഞാൻ പറയുന്നവരെ പറയാവൂ കേട്ടോ, ഉടനെ പറയണ്ട. ധൃതരാഷ്ട്രരും പാണ്ഡുവും വിതുരരും ഈ 3 പേരുടെയും പിതാവ് ആരാണ്? ഞാൻ ആൻസർ വരട്ടെ. വ്യാസൻ. സന്യാസിയല്ലായിരുന്നു. സന്യാസി എങ്ങനെയാ ഇവിടെ ഇവരുടെ പിതാവല്ലേ? 2 രാജാക്കന്മാരുണ്ട്, മറന്നുപോയി. 2 രാജാക്കന്മാരുടെ വ്യാസ മഹർഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്യാസിയല്ലേ, പിന്നെ ഇവരുടെ പിതാവുന്ന എങ്ങനെയാ? ഭീഷ്മരുടെ ശാപം കാരണം ഭീഷ്മരുടെ ശാപം കാരണം ഭീഷ്മർ അങ്ങനെ ആരെ ശപിക്കില്ല കേട്ടോ, ഒരിക്കലും അതൊന്നും പറയണ്ട കേട്ടോ. ഭീഷ്മ ശാപമല്ല, ശപഥം മാതാജി, ശപഥം എന്നാ ഉദ്ദേശിച്ചത്. അത് കാരണം കുട്ടികൾ ഉണ്ടാവാതായപ്പം അമ്മ പറഞ്ഞു ഇങ്ങനെ, അങ്ങനെ വ്യാസന്റെ അമ്മ അപേക്ഷിച്ചു. അങ്ങനെ 3 പേരും വിവാഹം കഴിക്കുകയായിരുന്നു. അങ്ങനെയല്ലായിരുന്നു മാതാജി? വിവാഹം കഴിക്കുകയല്ല, പാണ്ഡു അത് 2 രാജാക്കന്മാരുടെ പേരും മറന്നു മാതാജി. അത് ധൃതരാഷ്ട്ര, പാണ്ഡു, വിതുരർ. അതെ മാതാജി, അതെ മാതാജി. അല്ല, ധൃതരാഷ്ട്ര. ഞാൻ ഇതിന്റെ കഥ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുള്ളതാ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സത്യവതി പരാശര മഹർഷിയുടെയും അങ്ങനായിട്ട് വേദവ്യാസൻ ഉണ്ടായി കഴിഞ്ഞതിനൊക്കെയാണ് സത്യവതി ശന്തനു വിവാഹം കഴിക്കുന്നത്. വേദവ്യാസൻ അന്നേരം തന്നെ തപസ്സിനായിട്ട് അങ്ങ് പോകുന്നു. അദ്ദേഹത്തിന്റെ പേര് കൃഷ്ണദ്വൈപായൻ എന്നായിരുന്നു. പിന്നെ വേദങ്ങളെ ഒരു വേദത്തിനെ 4ആയിട്ട് വ്യസനിപ്പിച്ച് എഴുതിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് വേദവ്യാസന്റെ പേര് കിട്ടിയത്. എന്നിട്ട് എന്തായി? സത്യവതിയും ചന്ദനുവിനും 2 മക്കളുണ്ടായി, വിചിത്രവീരനും ചിത്രാംഗതനും. ആ വിചിത്രവീരന് ചിത്രാംഗതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗന്ധർവന്റെ പേര് സെയിം ഉണ്ടായിരുന്നു, ചിത്രാംഗത. അതുകൊണ്ട് ഈ ഗന്ധർവന് ഈ ചിത്രാംഗതനെ കൊന്നു. പിന്നെ വിചിത്രവീരൻ എന്ന് പറഞ്ഞാൽ സ്വഭാവദൂഷ്യം കൊണ്ട് അദ്ദേഹത്തിന് ക്ഷയം അങ്ങനെയൊക്കെ ഉള്ളത് ഒരുപാട് പിടിപെട്ടു. പക്ഷെ വിചിത്രവീരനെ കൊണ്ട് എന്ത് ചെയ്തു? സത്യവതി ആണെന്നുണ്ടെങ്കിൽ ചന്ദനു അങ്ങ് മരിച്ചുപോയി. സത്യവതിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് ഭീഷ്മരുടെ ശബ്ദമൊക്കെ നിങ്ങൾക്ക് അറിയാം. ശത്രുവിന്റെ ആദ്യത്തെ മകൻ ഗംഗാദേവിയിൽ ഉണ്ടായതാണ് ഭീഷ്മര്. ആ ഭീഷ്മര് ശപഥം ചെയ്തു, ഭീഷ്മമായിട്ടുള്ള ശപഥം ചെയ്തത് കൊണ്ടാണ് എന്ത് ശപഥം ചെയ്ത്? ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കില്ല, കല്യാണം കഴിച്ചാലല്ലേ എന്റെ കുട്ടികള് രാജാവകാശത്തിന് പിടിക്കത്തുള്ളൂ, അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ കല്യാണം കഴിക്കില്ല എന്നുള്ള ഒരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ടായിരുന്നു. ഭീഷ്മമായിട്ടുള്ള പ്രതിജ്ഞ എടുത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഭീഷ്മർ എന്നുള്ള പേര് കിട്ടിയത്. ഗംഗാദത്തന് ഭീഷ്മരായി മാറി. എന്നിട്ട് എന്ത് ചെയ്തു? സത്യവതിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വിചിത്രവീരന് അങ്ങനെ പെണ്ണുങ്ങളായ ആരും കൊടുക്കില്ല. അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ അംബാലിക കാശി രാജാക്കന്മാരുടെ മക്കളാണിത്. അവരുടെ സ്വയംവരത്തിനുള്ള ഘോഷണം നടത്തുന്ന സമയത്ത് സത്യവതി പറഞ്ഞു, ഭീഷ്മനോട് പറഞ്ഞു, നീ ചെന്നിട്ട് ക്ഷത്രിയ ധർമ്മം അനുസരിച്ച് അവരെ കൊണ്ടുവരണം.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലം പ്രയോഗിച്ച് ആയിക്കഴിഞ്ഞാൽ വിവാഹം നടത്താൻ ക്ഷത്രിയ ധർമ്മത്തില്. അതാണ് ഈ പറയുന്നത്. അന്നേരം ഭീഷ്മർ എന്ത് ചെയ്തു? അംബിക അംബാലികയെ 3 പേരെയും പിടിച്ച് ഇവിടെ കൊണ്ടുവന്നു. ഹസ്തിനപുരത്ത് കൊണ്ടുവരുന്നു. ഹസ്തിനപുരത്ത് കൊണ്ടുവന്നപ്പോ അമ്പ പറഞ്ഞു, ഞാനാണെങ്കിൽ ശാല്യരാജാവിനെ സ്നേഹിക്കുന്നുണ്ട്, എന്നിട്ട് എല്ലാവിധ മാനത്തോടും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ശാല്യരാജാവിന് അമ്പയെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അമ്പയെ ശാലി മഹാരാജ സ്വീകരിക്കുന്നില്ല. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഭീഷ്മരോട് പറഞ്ഞു, നീയാണ് എന്നെ ബലമായിട്ട് കാശി രാജ്യത്ത് നിന്ന് കൊണ്ടുവന്നത്, നീ എന്നെ കല്യാണം കഴിക്കണമെന്ന് പറയുന്നു. പക്ഷെ ഭീഷ്മര് പറയുന്നത് ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കില്ല എന്നുള്ള പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഭീഷ്മരെ അതെന്തുണ്ടെന്നുണ്ടെങ്കിലും എന്താ പറയുന്നത്, ഭീഷ്മരോട് പറഞ്ഞു, നീയാണ് എന്റെ ജീവിതം നശിപ്പിച്ചത്. അതുകൊണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ എനിക്ക് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, അടുത്ത ജന്മം ഞാനായിരിക്കും നിന്റെ മരണകാരണം എന്ന് പറഞ്ഞിട്ട് അമ്പയാണെന്നുണ്ടെങ്കിൽ ചിതയിൽ ചാടി മരിക്കുക ചെയ്യുന്നത്. സ്വയമായിട്ട് അഗ്നി ഉണ്ടാക്കിയിട്ട് അതിൽ ചാടി മരിക്കുന്നു അമ്പ. പിന്നെ അംബാലികയാണുള്ളത്. സത്യവതി വിചാരിച്ചു എന്താ, ഭീഷ്മരോട് പറഞ്ഞു, ഭീഷ്മര് ഇവരെ കല്യാണം കഴിക്കും. പക്ഷെ ഭീഷ്മര് പറഞ്ഞു ഒരിക്കലും അത് നടക്കില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് സത്യവതിക്ക് ഓർമ്മ വന്നു, തന്റെ ആദ്യ മകനായിട്ടുള്ള വ്യാസനെ ഓർമ്മ വന്നു. ആ വ്യാസനെ ഓർമ്മ വന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അന്നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ എപ്പ എന്നെ സ്മരിക്കുന്നുണ്ടാവോ ഞാൻ ആ സമയത്ത് അവിടെ എത്തിയിരിക്കും എന്നുള്ളത്. അങ്ങനെ സത്യവതി ആണെന്നുണ്ടെങ്കിൽ വ്യാസനെ സ്മരിക്കുന്നു. വ്യാസൻ അവിടെ എത്തുന്ന സമയത്ത് പറഞ്ഞു, ഹസ്തിനാപുരത്തിന്റെ രാജസിംഹാസനം ഒഴിഞ്ഞു കിടക്കുകയാണ്, അതിന് അവകാശികളില്ല. ഇതിന്റെ ഇടയ്ക്ക് വിചിത്രവീരൻ അങ്ങ് മരിക്കുകയും ചെയ്തു. ഈ കല്യാണം കഴിഞ്ഞ 2-3 ദിവസം കഴിഞ്ഞ ഉടനെ വിചിത്രവീരൻ അങ്ങ് മരിക്കുന്നു. വിചിത്രവീരൻ മരിച്ചു കഴിഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ സത്യവതി തന്റെ വ്യാസനെ സ്മരിക്കുന്നതും, മകനായിട്ടുള്ള വ്യാസനെ സ്മരിക്കുന്നതും വ്യാസൻ അവിടെ എത്തുന്നതും. ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്, അഥവാ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇല്ലാന്നുണ്ടെന്ന് അവകാശികൾ ഇല്ലാന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പണ്ടത്തെ കാര്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യുഗത്തിലെ കാര്യം. ഈ കലിയുഗത്തിൽ ഇതൊന്നും നടക്കില്ല കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, സഹോദരന്റെ ഭാര്യയിൽ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പുത്രോത്പാദനം ചെയ്യാമെന്നുണ്ടെന്നത്. ആ ഒരു ഇതനുസരിച്ചിട്ടാണ് സത്യവതി വ്യാസനെ സ്മരിക്കുന്നത്. വ്യാസൻ അവിടെ എത്തുന്നതും അത് കേൾക്കാൻ പറ്റുന്നില്ല മാതാജി, ശബ്ദമില്ല. ഞങ്ങൾക്ക് കേൾക്കാം കേൾക്കുന്നുണ്ട് മാതാജി, കേൾക്കുന്നുണ്ട്. ഞങ്ങൾക്ക് കേൾക്കാം. മാതാജി പറയണൊന്നും കേൾക്കില്ല എനിക്ക്. കേൾക്കുന്നില്ല മാതാജി. അവര് പുത്രോത്പാദനം ഉണ്ടായതാണ്. ധൃതരാഷ്ട്രന് അന്ധനായിട്ട് ജനിച്ചു. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അംബിക അംബാലികയുടെ അടുത്ത് ചെല്ലുന്നു. അംബാലികയുടെ അടുത്ത് ചെല്ലുന്ന സമയത്ത് ഈ ഇവരൊക്കെ രാജകുമാരികളല്ലേ, ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആ വേഷഭൂഷാദികളൊന്നും മനസ്സിലാവില്ലല്ലോ. താടി മുടിയാട്ടൊക്കെ വലിയൊരു ഇതായിട്ട് ചെല്ലുന്ന സമയം അവളങ്ങ് പേടിച്ചു വരണ്ടു പോയിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു, അവക്കുണ്ടായ കുട്ടിയാണ് പാണ്ഡു. വെള്ളറി വെളുത്തിയ ഒരു കുട്ടിയെ പാണ്ഡു. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഒന്നും ഇരുത്താൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, പിന്നെ പുത്രോത്പാദനം ഇവരിൽ ഉത്പാദിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോ ഈ പെണ്ണുങ്ങൾ സമ്മതിച്ചില്ല. അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഇവരുടെ സഖിയായിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ നിയോഗിച്ചു അടുത്ത പുത്രോത്പാദനത്തിന്. അവരാണെങ്കിൽ ഭക്തിപൂർവ്വം ആദരപൂർവ്വം വളരെ കാര്യമായിട്ട് വ്യാസഭഗവാനെ സ്വീകരിച്ച അങ്ങനെ അവരിൽ ഉണ്ടാവുന്ന കുട്ടിയാണ് വിതുരര്. മനസ്സിലായ? അംബിക അംബാലിയുടെ തോഴിയിലുണ്ടാവുന്ന കുട്ടിയാണ് വിതുരര്. ആ വിതുരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മരാജാവിന്റെ തന്നെ ഒരു അവതാരം എന്നാ പറയുന്നത്. ധർമ്മത്തിൽ മാത്രം മുന്നോട്ട് ചലിക്കുന്ന ഒരാളായിരുന്നു വിതുരര്. ധൃതരാഷ്ട്രായാലും പാണ്ഡുവായി കഴിഞ്ഞു കഴിഞ്ഞാലും അവിടെ ഹസ്തിനാപുരം കൊട്ടാരത്തിൽ രാജ്യം ഭരിക്കുന്നുണ്ടെങ്കിലും വിതുരരായിരുന്നു ഇവരെ നയിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. തോഴിയുടെ പുത്രനായതുകൊണ്ട് രാജസിംഹാസനത്തിന് അവകാശമില്ലെങ്കിലും അവിടുത്തെ മന്ത്രിയായിട്ട് നിയോഗിച്ച് എപ്പോഴും ഇവരുടെ അടുത്ത് കൂടെ തന്നെ ഉണ്ടായിരുന്നു വിതുരര്. അതുകൊണ്ടാണ് ഇപ്പം പറഞ്ഞത്, എന്താ പറയുന്നത്, ധൃതരാഷ്ട്രര്, പാണ്ഡു, വിതുരര് ഇവരുടെ പിതാവ് ഒരാളാണ് വേദവ്യാസൻ.
വേദവ്യാസൻ. എഴുതിയോ? എഴുതി മാതാജി. എഴുതിയോ? എഴുതി മാതാജി. എഴുതി ആ, ഇനി മാതാജി. മൂന്നാമത്തത് എഴുതി. ലോകത്തിലെ ആദ്യ കാവ്യം. ലോകത്തിലെ ആദ്യ കാവ്യം. ലോകത്തിലെ ആദ്യ കാവ്യം ഏതായിരുന്നു? രാമായണം. ലോകത്തിലെ ആദ്യ കാവ്യം ഏതാണ്? രാമായണം. രാമായണം. എഴുതിക്കോളിന്, ആൻസർ എഴുതിക്കോളിന്. എഴുതിയോ? ആദിത്യ ഹൃദയമന്ത്ര ആര് ആർക്ക് ഉപദേശിച്ചു? ആദിത്യ ഹൃദയമന്ത്ര ആർക്ക് ഉപദേശിച്ചു? ആദിത്യ ഹൃദയമന്ത്ര ആർക്ക് ഉപദേശിച്ചു? അഗസ്ത്യമുനി ശ്രീരാമന് ഉപദേശിച്ചു. ശ്രീരാമൻ ഉപദേശിച്ചു. ആ, അഗസ്ത്യമുനി ശ്രീരാമന് ഉപദേശിച്ചു കൊടുത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാവണന് ഒരു തരത്തിലും കൊല്ലാൻ പറ്റുന്നില്ല. ആ സമയത്ത് അഗസ്ത്യമുനി അവിടെ വന്നിട്ട് ആദിത്യ മന്ത്രം ഹൃദയമന്ത്രം ഉപദേശിച്ചു കൊടുത്തു. എന്നിട്ട് ശ്രീരാമസ്വാമി ആദിത്യനെ ഈ മന്ത്രത്താൽ ഉപാസിച്ചിട്ടാണ് പിന്നെ രാവണനെ കൊല്ലാനുള്ള മാർഗം കിട്ടിയത്. ദേവവൈദ്യന്മാർ ആരൊക്കെയാണ്? ദേവവൈദ്യന്മാർ അശ്വിനി ദേവോളം. ദേവവൈദ്യന്മാർ ആരാണ്? അശ്വിനി ദേവ. ശരി. അംബിക രാജൻ ബിന്ദുപ്രവി മാത്രമേ പറയുന്നുള്ളൂ. വേറെ ഉള്ളവരോട് പറയുന്നേ, പറയൂ. അശ്വിനി ദേവകള. ദേവ വൈദ്യന്മാർ ആരാണ്? അശ്വിനി ദേവതകള്. ഇരട്ടയാണ് കേട്ടോ അവര്. അശ്വിനി ദേവന്മാര്, അശ്വിനി ദേവന്മാര്. എഴുതി കാണുമല്ലോ അല്ലെ? നാരദർ ധ്രുവന് ഉപദേശിച്ച മന്ത്രം. നാരദര് ധ്രുവന് ഉപദേശിച്ച മന്ത്രം. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരദര് ധ്രുവന് ഉപദേശിച്ച മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. മാതാജി പറഞ്ഞു. ഓം നമോ ഭഗവതേ വാസുദേവായ നമ്മൾ പഠിച്ചതാ ധ്രുവചരിതത്തില്. ഇന്നലെ പറഞ്ഞു മാതാജി. നമോ ഭഗവതേ വാസുദേവായ. ഓക്കെ, ഇനി അടുത്തത് ഭഗവത്ഗീത ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് തൂക്കുമരത്തിലേക്ക് പോയത്? ഭഗത് സിംഗ് അല്ലേ മാതാജി? ഭഗത് സിംഗ്. എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ എന്നാലും എന്റെ ഓർമ്മയിൽ പറയാം. ഭഗത് സിംഗ് ആണ്. ഹരേ കൃഷ്ണ. ക്വസ്റ്റ്യൻ പറയൂ ഭഗത് സിംഗ് മാതാജി. ക്വസ്റ്റ്യൻ ഒന്ന് പറയാമോ? ഭഗവത്ഗീത ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് തൂക്കുമരത്തിലേക്ക് പോയത്? ഭഗവത്ഗീത ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് തൂക്കുമരത്തിലേക്ക് പോയത്? ഇതെല്ലാവർക്കും അറിയണമെന്നില്ല അല്ലെ ഈ ആൻസർ? ഭഗത് സിംഗ് ആയിരുന്നു. അറിയാൻ പാടില്ല. ഭഗത് സിംഗ് ആൻസർ. അറിയത്തില്ല. ഭഗത് സിംഗ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇതൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നും. പക്ഷെ ഒരു ബുക്ക് വെച്ചിട്ട് ആ ബുക്കിനകത്ത് എഴുതിയിട്ട് ആൻസർ എഴുതിയിട്ട് ഡേറ്റ് അനുസരിച്ച് എഴുതി വെക്കിന്. ഇതൊക്കെ നമുക്ക് പിന്നെ ഉപയോഗം വരും, ഒരുപാട് ഉപയോഗം വരും. ഭഗത് സിംഗ്. ഇതറിയാൻ വയ്യ. ഇനി എട്ടാമത്തത് ത്രിഗുണങ്ങൾ ഏതെല്ലാം? 3 ഗുണങ്ങള്. സത്യ രജസ് തമോ ഗുണം. സത്യ രജസ് തമസ്. സത്യരജോ തമോ ഗുണം. സത്വഗുണ, രജഗുണ, രജോഗുണ, തമോ ഗുണം. ഈ 3 ഗുണങ്ങള് നമ്മൾ ഏത് ഗുണത്തിലാ ഉള്ളത്? രണ്ടിലും നമ്മള് തമോ ഗുണികളാണ് അല്ലെ? തമോ ഗുണത്തിൽ നമുക്ക് സത്വഗുണത്തിലോട്ട് വരുന്നുണ്ട്. ഇതൊക്കെ കേട്ട് 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 രജോ ഗുണത്തിന് സത്വഗുണത്തിലേക്ക് വന്നാലേ നമുക്ക് സത്വഗുണത്തിന് ഉപരിയായിട്ടുള്ള ഭഗവാനെ പ്രാപിക്കാൻ കിട്ടും. പരശുരാമന്റെ മാതാപിതാക്കള്? ജമദഗ്നി രേണുക.
മാതാജി ഈ അംബികാരാണ് ഇത്രയും ആൻസർ പറയാമോ? പറയുന്നത് അവസാനം എന്റെ ഹൃദയം പൊട്ടിച്ചു കളഞ്ഞെന്നുള്ളതാ പാതാളം പറഞ്ഞ്. അതെ മാതാജി മറന്നുപോയി. മാതാജി ശരിക്കും അറിയാം. മാതാജി പരശുരാമന്റെ ചിലത് മാതാപിതാക്കള് മാതാജി ഓർമ്മയുണ്ടെങ്കിൽ നമ്മൾ പറയുമ്പോ മറന്നു പോകും മാതാജി. അങ്ങനെ പ്രായമായില്ലേ അതാ. അയ്യോ എന്നാലും മാതാജി കേട്ട് കേട്ട് അല്ലല്ലല്ല വന്നതല്ലേ. ഒരിക്കലും പറയരുത് പണ്ടേ കേട്ടോ. പാതാളം ഒരിക്കലും. എന്ന് പറഞ്ഞു. മാതാജി തെറ്റാണ് തെറ്റാണ് വളരെ തെറ്റാണ്. പരശുരാമന്റെ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ മാതാപിതാക്കൾ ആരാണ്? രേണുക രേണുകയും ജമദഗ്നി. രേണുക ജമദഗ്നി. ഹരേ കൃഷ്ണ മാതാജി. മാതാജി പറഞ്ഞോളൂ. അതെ ഈ കൊച്ചിലെയൊക്കെ എല്ലാരും ഇങ്ങനെയാണ് പറയണത്, പാതാളത്തിലേക്ക് ചവിട്ടി താത്തി. അത് ഇന്നും നമ്മള് ഇന്നാളും മാതാജി പറയുന്നത്. രേണുകാദേവിയും അതിന് മാറ്റാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഇതൊക്കെ നിങ്ങളെ ഇത്രയും കഷ്ടപ്പെടുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എത്ര ബുക്ക് റെഫർ ചെയ്തിട്ടാ, എത്ര സമയം ഇതിന് കുറെ കളഞ്ഞിട്ടാ ഞാൻ ഈ ചെയ്യുന്നതെന്ന് പറയുന്ന കാര്യം? അല്ല ഇല്ല മാതാജി, അത് തെറ്റണം മനസ്സിലായി. പത്താമത്തെ രാവണ സഹോദരി. രാവണ സഹോദരി ആരായിരുന്നു? ശൂർപ്പണഖ. രാവണന്റെ സഹോദരി ശൂർപ്പണഖ. മാതാജി ഈ പരശുരാമന്റെ മാതാപിതാക്കൾ രേണുകാദേവി ജമദഗ്നിയോ? ജമദഗ്നി. 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 നാരായണീയത്തിലുണ്ട് മാതാജി. മാതാജി പഠിപ്പിച്ചാണ് പരശുരാമചരിതം ഇല്ലായിരുന്നോ? ഇതെല്ലാം നാരായണീയത്തിൽ നിന്ന് നോക്കിയാ മഹാഭാരതം രാമായണം കുറച്ച് റെഫർ ചെയ്ത് എല്ലാത്തിനും കൂടെ എടുത്തിരിക്കുന്ന. ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ എഴുതൂ. ഇന്നത്തെ ക്വസ്റ്റ്യൻ എഴുതൂ. ഫസ്റ്റില് ഇന്നത്തെ ഡേറ്റ് എഴുതി. ഇന്നത്തെ ഡേറ്റ് എഴുതിയിട്ട് ഇന്നത്തെ ക്വസ്റ്റ്യൻ എഴുതുക. കൃഷ്ണന്റെ പെറ്റമ്മയുടെ പേര്. കൃഷ്ണന്റെ പെറ്റമ്മയുടെ പേര്. ഇന്നത്തെ ക്വസ്റ്റ്യന്. കൃഷ്ണന്റെ പെറ്റമ്മയുടെ പേര്. കൃഷ്ണന്റെ പെറ്റമ്മയുടെ പേര്. ഒരു പെറ്റമ്മയുണ്ട്, ഒരു പോറ്റമ്മയുണ്ട്. അന്നേരം പെറ്റമ്മയുടെ പേര് പറയാൻ മതി മാതാജി. ഇപ്പം പറയണ്ട കേട്ടോ. നാളെ എഴുതിയിട്ട് പിന്നെ നാളെ പറയാൻ പറ്റാം. എഴുതിയോ? രണ്ടാമത്തെ ക്വസ്റ്റ്യന് ശ്രീകൃഷ്ണന്റെ സഹോദരിയുടെ പേര്. ശ്രീകൃഷ്ണന്റെ സഹോദരിയുടെ പേര്. ശ്രീകൃഷ്ണന്റെ സഹോദരിയുടെ പേര് എഴുതിയോ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രീകൃഷ്ണന്റെ സഹോദരി ഭർത്താവ്. ശ്രീകൃഷ്ണന്റെ സഹോദരി ഭർത്താവ്. ശ്രീകൃഷ്ണന്റെ സഹോദരി ഭർത്താവ്. എഴുതിയല്ലോ അല്ലെ? നാലാമത്തെ ക്വസ്റ്റ്യൻ ധർമ്മപുത്രർ ആരുടെ മകനാണ്? ധർമ്മപുത്രർ ആരുടെ മകനാണ്? അയ്യേ എഴുതിയോ? ഇനി അടുത്തത് കുന്തിയുടെ മറ്റൊരു പേര്. കുന്തിയുടെ മറ്റൊരു എഴുതുന്നുണ്ടല്ലോ എല്ലാരും അല്ലെ? എഴുതുന്നുണ്ട് മാതാജി. ശ്രീരാധയുടെ അച്ഛന്റെയും അമ്മയുടെയും പേര്. ശ്രീരാധയുടെ അച്ഛന്റെയും അമ്മയുടെയും പേര്. അച്ഛന്റെയും അമ്മയുടെയും പേര്. ശ്രീരാമസ്വാമിയുടെ അച്ഛന്റെയും അമ്മയുടെയും പേര്. എല്ലാം ഈസി ആയിട്ടുണ്ട്. 8 ശ്രീകൃഷ്ണൻ തന്റെ ദിവ്യശക്തി കൊണ്ട്
സുന്ദരിയാക്കിയ കൂനിയുടെ പേര്. സുന്ദരിയാക്കിയ കൂനിയുടെ പേര്. ശ്രീകൃഷ്ണൻ തന്റെ ദിവ്യശക്തി കൊണ്ട് സുന്ദരിയാക്കിയ കൂനിയുടെ പേര്. ഇനി 9ാമത്തത്. ആരാണ് കൃഷ്ണനെ ശപിച്ചത്? ആരാണ് കൃഷ്ണനെ ശപിച്ചത്? ആരാണ് കൃഷ്ണനെ ശപിച്ചത്? ഇനി 10ാമത്തത്. ധൃതരാഷ്ട്രരുടെ മൂത്ത മകന്റെ പേര്. ധൃതരാഷ്ട്രരുടെ മൂത്ത മകന്റെ പേര്. ധൃതരാഷ്ട്രരുടെ മൂത്ത മകന്റെ പേര്. എല്ലാ ആൾക്കാരും എഴുതിയല്ലോ? പക്ഷെ എഴുതിയില്ലേ? എഴുതി മാതാജി. എഴുതി മാതാജി. ഒരെണ്ണം കൂടെ ഉണ്ട്. 10 എഴുതി നമ്മള്. 10 എഴുതി. 9ാമത്തെ ഏതാണ് മാതാജി? 9ാമത്തെ 9ാമത്തതോ? അല്ല, ഒന്നുകൂടെ ആരാണ് കൃഷ്ണനെ ശപിച്ചത്? കൃഷ്ണനെ ശപിച്ചത്. അതെഴുതി. അതിന് മുമ്പ് ശ്രീകൃഷ്ണൻ ശാപം കിട്ടി. സുന്ദരി. അത് കഴിഞ്ഞിട്ട് ശ്രീരാമസ്വാമിയുടെയും അച്ഛന്റെ അമ്മയുടെയും പേര്. അതിനു മുമ്പ് ശ്രീരാധയുടെ അച്ഛന്റെയും അമ്മയുടെയും. കൃഷ്ണന്റെ അച്ഛന്റെ അമ്മയുടെയും പേര്. ദിവ്യശക്തി കൊണ്ട് ഒരെണ്ണം കൂടി ഉണ്ട്. സുന്ദരിയാക്കിയ കൂനിയുടെ പേരാണ്. അത് ശ്രീകൃഷ്ണൻ തന്റെ ദിവ്യശക്തി കൊണ്ട് സുന്ദരിയാക്കിയ കൂനിയുടെ പേര്. അതെഴുതി. വേറെ ശ്രീരാധയുടെ പിന്നെ കൃഷ്ണനെ ശപിച്ചത്. പിന്നെ അടുത്തത് ധൃതരാഷ്ട്രരുടെ മൂത്ത മകന്റെ പേര്. 10. നമ്മൾ തീർത്തായിരുന്നു മാതാജി, തീർത്തു. തീർത്തല്ലോ. ഇനി നമ്മളെ വൃന്ദാവന പ്രവേശമാണ് അടുത്തത്. 49. എല്ലാവരും ബുക്ക് എടുക്കിന്. 49ാമത്തെ ദശകം എടുക്ക്. വൃന്ദാവന പ്രവേശം. ഞാനിനി നിങ്ങളെ നാട്ടിൽ നിന്ന് എല്ലാവരും ഇങ്ങോട്ട് വൃന്ദാവനത്തിലേക്ക് വിളിക്കുകയാണ് കേട്ടോ. തീർച്ചയായിട്ടും. അങ്ങനെയെങ്കിൽ കാണാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് മാതാജി നിങ്ങൾ കാരണം. ഇപ്പൊ എന്താ ജയസാക്ഷി പ്രഭു വന്നിട്ടുണ്ടല്ലോ ഗ്രൂപ്പായിട്ട്. വൃന്ദാവന പ്രവേശം. അങ്ങനെ എവിടെയാണ് മാതാജി സാക്ഷി പ്രഭു വന്നു? വൃന്ദാവനത്തില്. അദ്ദേഹത്തിന്റെ കൂടെ 150 പേരും ഉണ്ട്. അങ്ങനെ നമ്മൾ ഇന്നലെ കണ്ടു. എന്താണ് കണ്ടത്? കണ്ണനെ ഒരളിൽ കെട്ടിയിട്ടപ്പം കണ്ണന്റെ ലീല അവിടെ വ്യക്തമായി നമ്മൾ കണ്ടു. എന്താണ് കണ്ടത്? കുബേരാത്മജന്മാർക്ക് മുക്തി കൊടുക്കുന്നു. അങ്ങനെ 2 മരങ്ങൾ 2 സൈഡിലോട്ട് വീണു. പക്ഷെ ഗോപന്മാർക്ക് അങ്ങ് ഭയങ്കര പേടിയായി പോയി. എന്താ പേടിയായി പോയത്? എന്നും ഈ കൊച്ചിന് കുറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ പറയത്തില്ലേ ബാലാരിഷ്ട എന്നൊക്കെ പറയത്തില്ലേ? പക്ഷെ അവർക്കറിയില്ലല്ലോ ഭഗവാൻ ആരാണെന്നും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നും അവർക്കറിയില്ലല്ലോ. അവര് എല്ലാവരും ഗോപന്മാരെല്ലാവരും എന്താ അവർക്കെല്ലാവർക്കും ഉത്കണ്ഠയായി. കുഞ്ഞിന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്? നമ്മളും പറയത്തില്ലേ ചില വീടിന്റെ ശരിയാവില്ല, വീട് നല്ലതല്ല, അതുകൊണ്ട് നമുക്ക് വീടൊന്ന് മാറിയേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് എത്രയോ ആൾക്കാർ അങ്ങനെ വീടുകൾ മാറുന്നുണ്ട്. അങ്ങനെ എന്ത് പറയുന്നത്, വാസ്തു നോക്കിയിട്ടും അത് നോക്കിയിട്ടും ഇത് നോക്കിയിട്ടും ഒക്കെ ഒരു വീട് ഒരുപാട് മാറുന്നുണ്ട്. അങ്ങനെയൊക്കെ. പക്ഷെ നമ്മളെ പോലുള്ള വിട്ടികളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വീട് മാറുന്നതിന് പകരം എന്താ ചെയ്യേണ്ടത്? അവിടെ നാമം ജപിക്കണം. ആ വീട്ടിൽ കൂടുതൽ നാമം ജപിച്ചിട്ട് ഭഗവാനെ അവിടെ വരുത്തണം. ഭഗവാന് വിഷ്ണു വന്ന് കഴിഞ്ഞാൽ ലക്ഷ്മി ദേവി അവിടെ വരും. ഭർത്താവിനെ വിട്ടിട്ട് ഒരു നിമിഷം പോലും ലക്ഷ്മി ദേവി നിൽക്കില്ല. അതായത് ലക്ഷ്മി അവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായി? സമ്പർസമൃദ്ധിയായില്ലേ? സമ്പർസമൃദ്ധിയായി, ശാന്തിയായി, സമാധാനമായി. അതുകൊണ്ട് എന്താ നമ്മൾ ചെയ്യേണ്ടത്?
വീട് മാറേണ്ടതിന് പകരം എന്ത് ചെയ്യണം? നാമം ജപിക്കണം. നാമം ജപിച്ച് ഭഗവാനെ നമ്മൾ അവിടെ വരുത്തണം. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ എങ്ങനെയാ ഈ ഗോപന്മാരും അതേപോലെ സാധാരണ മനുഷ്യരുടെ കൂട്ടി തന്നെയാ. അവരും ദേവന്മാരൊക്കെയാണ്, പക്ഷെ അവർക്ക് അതൊന്നും ഓർമ്മയില്ലല്ലോ. അത് സാധാരണ മനുഷ്യരുടെ കൂട്ടാണ് എന്തുണ്ടെന്നുണ്ടെങ്കിൽ അവരും പറയുന്നു ഈ ഇവിടെ എല്ലാം വന്നതിന് ശേഷം ഈ കുഞ്ഞിന് എന്നും അങ്ങ് ഓരോരോ പ്രശ്നങ്ങൾ, അതുകൊണ്ട് നമുക്ക് ഇവിടെ മാറാം. നേരത്തെ ഞാൻ പറഞ്ഞു ഒരു ഗോപന്മാരാണ്, ഗോക്കളാണ്, ഒരു സ്ഥലത്ത് അവർ സെറ്റിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ അദ്ദേഹത്തുള്ള പുലി കേക്കണില്ല. എനിക്കും കേട്ടൂടാ മാതാജി, ഇവിടെയും കേട്ടൂടാ ഒന്നും. നെറ്റ് പ്രോബ്ലം അതാ കേൾക്കാത്തത്. രാധാറാണി ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വൃന്ദാവനവും ഗോവർദ്ധനവും കൂടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഗോലോക വൃന്ദാവനത്തിന്റെ ഒരു പരച്ഛായയാണ് ഈ വൃന്ദാവനം എന്ന് പറയുന്നത്. അങ്ങനെ ആ വൃന്ദാവനത്തിൽ ഭഗവാന്റെ ലീലകൾ ആടാൻ വേണ്ടിയിട്ട് ഇവരുടെ മനസ്സിൽ ഇങ്ങനെ ഭഗവാൻ തോന്നിപ്പിക്കുന്നു. എന്നിട്ട് എല്ലാവരും കൂടി ആലോചിച്ചിട്ട് ഇവിടെ നിന്നിട്ട് ദൂരത്തിലൊരു വനമുണ്ട്, വലിയൊരു വനമുണ്ട്. അതിനകത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ പുല്ലും എല്ലാം ഉണ്ട്, പശുക്കൊക്കെ യാതൊരു പ്രശ്നവും ഇല്ല, നമുക്ക് അവിടെ പോയിട്ട് താമസിക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി നന്ദകാവിൽ നിന്നിട്ട്, എന്താണെന്ന് ഈ ബസ്സോ കാറോ അല്ലെന്നുണ്ടെങ്കിൽ എയർപ്ലെയിനോ ഒന്നും ഇല്ലല്ലോ, അവരെല്ലാരും കൂടി കാളവണ്ടിയിലാണ്. കാളവണ്ടിയിൽ അവരുടെ സാധനങ്ങളെല്ലാം, അന്നൊന്നും ഫ്രിഡ്ജോ അല്ലെങ്കിൽ AC-യോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അവർക്ക് എടുക്കാവുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാരിയിലൊക്കെ കെട്ടിക്കുട്ടി കുറച്ച് പാത്രങ്ങളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. അന്നേരം അങ്ങനെ അവര് എന്ത് ചെയ്തു? നന്ദകാവ് വിട്ടിട്ട് വൃന്ദാവനത്തിലേക്ക് വരുന്നതാണ് നമ്മൾ ഇപ്പം പഠിക്കാൻ പോകുന്നത്, വൃന്ദാവന പ്രവേശം. വിതുരാഗി ഗോപാ തരുപ്രഭാതാധികമത്ര ഗോഷ്ഠേ അകേതുമുത്പാദഗണം വിശങ്ക്യാ പ്രയാതുമൻ. ഹരേ കൃഷ്ണ. ഭഗവത്പ്രഭാവ വിദുരാഹി ഗോപാ തരുപ്രപാതാധികമത്ര ഗോഷ്ഠേ അഹേതുമുത്പാദഗണം വിശങ്ക്യ പ്രയാതുമന്യത്ര മനോവിതേനു. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഭഗവത്പ്രഭാവ വിദൂരഹി ഗോപാ തരുപ്രപാദാധികമത്ര ഗോഷ്ഠേ അഹേതുമുത്പാദഗണം വിശങ്ക്യ പ്രയാതുമന്യത്ര മനോവിധേനുഃ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഭഗവത്പ്രഭാവ വിതുരാഹി ഗോപാസ്തരു പ്രപാദാദി അത്ര ഗോഷ്ഠേ അഹേതുമുത്പാദഗണം വിശങ്ക്യ പ്രയാതുമന്യത്ര മനോവിധേനു. ഹരേ കൃഷ്ണ മാതാജി.
അഹേതുമുത്പാദഗണം വിശങ്ക്യ പ്രയാതുമന്യത മനോവിധേനു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭവൽ പ്രഭാവാഹി ഗോപാസ്തുരുപ്രഭാതാധികമത്ര ഗോഷ്ടേ അഹേതുമുത്പാദഗണം വിശങ്ക്യ പ്രയാതുമന്യത്ര മനോവിധേനു. ഹരേ കൃഷ്ണ. കേൾക്കുന്നില്ല മാതാജി. ുള്ള അഹേതു എന്ന് പറഞ്ഞ അകാരണമായിട്ടുള്ള ഉത്പാദഗണ ദുർനിമിത്തങ്ങളെ വിശങ്ക്യ അതൊക്കെ കണ്ട് ശങ്കിച്ചിട്ട് അവരെന്ത് ചെയ്തു? പ്രയാതു മന്യത്ര മനോവിധേനു. അവരൊരു സ്ഥലം വിട്ടിട്ട് വേറൊരു സ്ഥലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവര് ഇത് ചെയ്തു, തീരുമാനം എടുത്തിരുന്നു. തത്രോപനന്ദാവിധ ഗോവര്യോ ജഗത്പവ പ്രേരണയൈവ നൂന ഇതാ പ്രതീച്ചാം വിപിനം മനോഞ്ചം വൃന്ദാവനം നാമ വിരാജതീതി. തത്രോപനന്ദാവിധ ഗോപവര്യോ ജഗോപവ പ്രേരണയൈവ നൂന ഇതാ പ്രതീച്ചാം വിപിനം മനോഞ്ച വൃന്ദാവനം നാമ വിരാജതീതി. തത്രോപനന്ദാവിധ ഗോപവര്യോ ജഗോ ഭവത് പ്രേരണ ഐവ നൂന ഇതി പ്രതീച്ചാം വിപിനം മനോഞ്ച വൃന്ദാവനം നാമ വിരാജതീതി. തത്രോപനന്ദാവിധ ഗോപവര്യോ ജഗോ ഭവത് പ്രേരണ ഐവ നൂനം ഇതാ പ്രതീച്ചാം വിപിനം മനോഞ്ചം വൃന്ദാവനം നാമ വിരാജ അതീതി. വിരാജ വിധി. ഓം നമോ ഭഗവതേ വാസുദേവായ. തത്രോപനന്ദാവിധ ഗോപവാര്യോ ഈഗോ ഭഗവത് പ്രേരണായേവ നൂനം ഇത പ്രതീക്ഷാം വിപനം മനോജം വൃന്ദാവനം നാമ വിരാജതീതി. ഹരേ കൃഷ്ണ. മാതാജി. തത്രോപനന്ദാവി ഗോപവര്യോ ജഗത്പവത് പ്രേരണ യൗവനൂനം ഇത പ്രതീജാം വിപിനം മനോജ്ഞം വൃന്ദാവനം നാമ വിരാജ ചുറ്റിക്കെട്ടുള്ള വള്ളിയല്ലേ ഇതി. ഇതി വരും. ഓക്കെ, അടുത്ത ആള്. വിരാജതീതി. ഹരേ തത്രോപനന്ദാഭിധ ഗോപവര്യോ ജഗൗഭവത് പ്രേരണയൈവ നൂനം ഇത പ്രതീച്ചാം വിപിനം മനോജ്ഞം വൃന്ദാവനം നാമ വിരാജതീതി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഇനി ഒരാൾ വായിച്ചോളൂ. ഹരേ കൃഷ്ണ. തത്രോപനന്ദാഭിത ഗോപവര്യാ ജഗൗഭവത് പ്രേരണൈവ നൂനം ഇത പ്രതീച്ചാം വിപിനം മനോജ്ഞം വൃന്ദാവനം നാമ വിരാജതീതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇനി ഒരു പ്രവചി വായിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. തത്രോപനന്ദാവിധ ഗോപവര്യോ ജഗോഭവത് പ്രേരണൈവ നൂനം ഇത പ്രതീച്ചാം വിപനം മനോജ്ഞം വൃന്ദാവനം നാമ വിരാജിതീതി. തത്രോപനന്ദാവിധ ഗോപവര്യ. അന്നേരം എന്ത് ചെയ്തു? ഈ ഗോപന്മാരുടെ കൂട്ടത്തില് ഉപനന്ദൻ എന്ന് പറഞ്ഞൊരു ഗോപശ്രേഷ്ഠനുണ്ട്. നന്ദാവിധ ഗോപവര്യോ, നന്ദന്മാരുടെ അതെന്നുണ്ടെങ്കിൽ കൂട്ടത്തില് ഉപനന്ദന് ഗോപവര്യോ. ആ ഗോപനെ എന്ത് ചെയ്തു? ജഗോ ഭവ പ്രേരണ ഇവ നൂനം. ഭഗവാന്റെ പ്രേരണ കൊണ്ടാണ് ഇത്. എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഭഗവാന് വൃന്ദാവനത്തിലാണ് ഇനി ലീലകളാണ് വേണ്ടിയിട്ട് ഇവരെ കരുവാക്കുന്നു. അതേ പറയാൻ പറ്റത്തുള്ളൂ.
ഞാൻ അവരുടെ മനസ്സിൽ ഇങ്ങനെ തോന്നിപ്പിച്ചു, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്, നമുക്ക് ഇവിടെ നിന്നിട്ട് മാറണം. എന്നിട്ട് അവര് ഒരു വനം കണ്ടുപിടിച്ചു. ബൃഹത് വനം എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു വനമാണ്. പക്ഷെ ഇപ്പം വനം എന്ന് പറയുന്ന സാധനം വൃന്ദാവനത്തിലില്ല. ഇപ്പോഴെല്ലാം എങ്ങനെയാ ബോംബെ പോലുള്ള ഹൈ 20 നില 10 നില 5 നില കെട്ടിടങ്ങളാ മൊത്തം എന്നുള്ളതാണ്. പക്ഷെ ഉള്ളിലോട്ടൊക്കെ ഉണ്ട് കേട്ടോ, വനം ഉണ്ട്. പക്ഷെ ഈ ഇസ്കോൺ അമ്പലത്തിന്റെ ആ ചുറ്റുവട്ടത്തും അങ്ങനെ ഒരു 2-3 കിലോമീറ്റർ മൊത്തം അങ്ങ് ബിൽഡിംഗ് ആയി പോയി എന്നുള്ളതാണ്. ജഗോഭവ പ്രേരണ ഇവനൂനോ. അന്നേരം ഭഗവാന്റെ പ്രേരണ കൊണ്ട് ഒരു ഉപനന്ദന്റെ മനസ്സിൽ ഈ ഗോപന്മാരുടെ മനസ്സിൽ തോന്നിച്ചു നമുക്ക് ഇവിടെ നിന്നിട്ട് പോകാമെന്നുള്ളത്. ഇതാ പ്രതീച്ച വിവിനം മനോഞ്ചം. ഇവിടെ നിന്നിട്ട് എന്താ ഇത് ഈ പ്രതീച്ച, ഇവിടെ നിന്നിട്ട് വിവിനം മനോഞ്ചം. ഇവിടെ നിന്നിട്ട് ഒരു പടിഞ്ഞാറോട്ട് ഒരുണ്ടല്ലോ ഒരു വനമുണ്ട്. ആ വനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹൃദയത്തിന് കോൾമേർ കൊള്ളിക്കുന്ന ഒരു വനമാണ്. ആ വനത്തിന്റെ പേരെന്താ? വൃന്ദാവനം നാമ വിരാജതീതി. വൃന്ദാവനം എന്ന് പറയുന്ന ഒരു അസൽ കാട്ടുപ്രദേശമാണ്. അവിടെ യാതൊരുവിധ ശല്യവും ഇല്ലാതെ നമുക്ക് നമ്മുടെ പശുക്കളെ മേയിച്ചിട്ട് നമുക്ക് സുഖമായിട്ട് അവിടെ ജീവിക്കാം എന്ന് പറഞ്ഞിട്ട് ഗോപന്മാരുടെ ശ്രേഷ്ഠനായിട്ടുള്ള ഗോപന്, മുഖ്യനായിട്ടുള്ള ഗോപൻ എന്ത് ചെയ്തു? ഉപനന്ദനാണെന്നുണ്ടെങ്കിൽ എല്ലാവരോടും പറഞ്ഞു നമുക്ക് ഇവിടെ നിന്ന് മാറിയിട്ട് എന്ത് ചെയ്യാം? വൃന്ദാവനം എന്ന് പറഞ്ഞ ഇവിടെ നിന്ന് പണ്ടാട്ടൊരു സ്ഥലമുണ്ട്. അത് വലിയൊരു വനമാണ്. ആ വനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസലായിട്ടുള്ളൊരു വനം. അവിടെ യാതൊരുവിധ വേറുള്ള ഒരു പ്രശ്നവുമില്ല, നമുക്ക് സുഖമായിട്ട് അവിടെ ജീവിക്കാം. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് മാറാം എന്ന് പറയുന്നു. അല്ല, എന്തുകൊണ്ടാണ് അങ്ങനെ? ഭവത് പ്രേരണയ, അങ്ങയുടെ പ്രേരണ മുഖാന്തരമാണ് ഇവരിങ്ങനെ പറയുന്നത് എന്നാണ് പട്ടാതിരിപ്പാട് പറയുന്നത്. ശരിയാണ്. അല്ലെന്നുണ്ടെങ്കിൽ വൃന്ദാവനത്തിൽ അങ്ങനെ ഇവര് അവിടെ തന്നെ സെറ്റിലായി കഴിഞ്ഞാൽ വൃന്ദാവനത്തിന് വരാൻ പറ്റും. ഗോലോകത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ് വൃന്ദാവനം. ഇവിടെ ഗോലോക വൃന്ദാവനത്തിന്റെ ഒരു പരച്ചായിയാണ് വൃന്ദാവനം. പ്രതിച്ഛായ എന്ന് പറയത്തില്ലേ, അതാണ് ഈ വൃന്ദാവനം. ഇനി ഭഗവാന്റെ ലീലകളെല്ലാം അവിടെയാണ് നടക്കുന്നത്. മൃഗവനം തത്കലു നന്ദമുഖ്യ വിദായ ഗോഷ്ഠീരമദക്ഷണേന തദന്നിദാത്വജ്ജനനീനിവിഷ്ട ഗരിഷ്ഠയാനാനുഗതാ വിചേലു. ബൃഗത് വനം തത്കലു നന്ദമുഖ്യ വിദായ ഗോഷ്ഠീരമദക്ഷണേന തദന്നിദാത്വജ്ജനനീനിവിഷ്ട ത്വദന്നിദാത്വജ്ജനനീനിവിഷ്ട ഗരിഷ്ഠയാനാനുഗതാ വിചേലു. ഗരിഷ്ഠയാനാനുഗതാ വിചേലു. ബൃഗദ്വനം തത്കലു നന്ദമുഖ്യ വിദായ ഗൗഷ്ഠീനമദക്ഷണേന തദന്നിദാത്വജ്ജനനീനിവിഷ്ട ഗരിഷ്ഠയാനാനുഗതാ വിചേലു. ബൃഗദ്വനം, ബൃഗത് വനം. ബൃഗത് വനം പറയരുത്, ബൃഗത് വനം. അങ്ങനെ ഇട്ടിരിക്കുന്ന അത് വായായിട്ട് പറ്റുക. തഖലു നന്ദമുഖ്യ വിദായ ഗൗഷ്ഠീന മദശനേന, വിദായ ഗൗഷ്ഠീന മദശനേന ത്വദന്നിദ ത്വജ്ജനനീ നിവിഷ്ട ത്വജ്ജനനീ നിവിഷ്ട ഗരിഷ്ഠയാനാനുഗതാ വിചേലു. ഗരിഷ്ഠയാനാനുഗതാ വിചേലു. ത്വദന്നിദാ ത്വജ്ജനനീ നിവിഷ്ട ഗരിഷ്ഠയാനാനുഗതാ വിചേലു. ഒരു ഐഡിയ കിട്ടിയല്ലോ, അന്ന് വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ബൃഹദ്വനം തൽഖലു നന്ദമുഖ്യ വിധായ ഗൗഷ്ഠീന ത്വദന്നിദാത്വജ്ജനനീ നിവിഷ്ടാം ഗിരിഷ്ഠയാനാനുഗതാ വിചേലു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. വായിച്ചോളൂ. ബൃഹദ്വനം തത്ഖലു നന്ദമുഖ്യ വിദായ ഗൗഷ്ഠീനമദാക്ഷണേന ത്വദന്നിദാത്വജ്ജനനീ വിശിഷ്ട ഗിരിഷ്ഠയാനാനുഗതാ വിചേലു. ഹരേ കൃഷ്ണ മാതാജി. വായിച്ചോളൂ, അടുത്താൽ വായിച്ചോളൂ.
ധനം ന തൽഖലു നന്ദമുഖ്യ വിദായ ദുഷ്ടീന മത ക്ഷണേന തദ്വാനിത ജനനീ തത്വാനിത ത്വജനനീ നിവിഷ്ട ഗരീഷ്ടയാനു അനുഗത വിജയലു. ഹരേ കൃഷ്ണ മാതാജി. ഗരിഷ്ഠയാനുഗത ഒരുമിച്ച് വായിച്ചോളൂ കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ തെറ്റിപ്പോവോ. ഇങ്ങനെ തിരിച്ചു വായിക്കണ്ട. ഗരിഷ്ഠയാനാനുഗത വിജയലു എത്ര വായിച്ചിട്ടുള്ളവരായി കഴിഞ്ഞാൽ നാരായണി ഒരു പ്രത്യേകതയാ. മനസ്സ് അവിടെ ഇവിടെ ഒരു നിമിഷം പാളിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എല്ലാം പോകുന്നു. പഠിപ്പിക്കുന്നവരാകട്ടെ വായിക്കുന്നവരാകട്ടെ എത്ര സ്റ്റേജിൽ വായിച്ചിട്ടുള്ളവരായാലും നാരായണനെ നമ്മുടെ മനസ്സിൽ പിടിച്ചാൽ കിട്ടില്ല. നമ്മുടെ മനസ്സുണ്ടെങ്കിലേ നാരായണനെ നമ്മുടെ കൈ കിട്ടത്തുള്ളൂ എന്നുള്ളത്. ഇനി ഒരു പ്രവചി വായിച്ചോളൂ, വായിക്കൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ബൃഹദ്വനം തത്കലു നന്ദമുഖ്യ വിദായ ഗൗഷ്ടീന മദർശനേന ജനീനവിഷ്ട ഗിരിഷ്ടയാനാനുഗത വിജയലു. ത്വരന്നിത ത്വജ്ജനനി നിവിഷ്ട ഒരുമിച്ച് എടുത്തോണം. ത്വരന്നിത ത്വജ്ജനനി നിവിഷ്ട ത്വരന്നിത ത്വജ്ജനനി നിവിഷ്ട ഗിരിഷ്ടയാനാനുഗത വിജയലു. ഇനി ഒരു പ്രവൃത്തി വായിക്കൂ. സുനിലില്ലേ? നാലുപേരുണ്ടെന്ന് തോന്നുന്നു. ഹരേ കൃഷ്ണ മാതാജി. 4 പേരുണ്ടോ? ഒരാൾ കൂടി ഉണ്ടെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു. ബൃഹദ്വനം തത്ഖലു നന്ദമുഖ്യ വിധായ ഗൗഷ്ടീന മധക്ഷണേന ത്വദന്വിതത്വജനനീ വിവിഷ്ട ഗരിഷ്ഠയാനാനുഗതാ വിജയലു. ഏതോ ഒരു വീഡിയോ ചാനലാണ് കേട്ടോ. മാതാജി ഒരു മുത്തുലക്ഷ്മി എന്ന് പേരാ വരുന്നേ. ഹരേ കൃഷ്ണ മാതാജി. അദക്ഷണേന ജനനീ നിവിഷ്ട ഗരിഷ്ഠയാനാനുഗത വിജയലു. പിന്നെ ഒട്ടും താമസിച്ചില്ല. എന്താ അവരെല്ലാരും കൂടെ ചെയ്തത്? നേരെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നന്ദഗോപരും കൂട്ടുകാരും ബൃഹത് വനം, വലിയൊരു വനം നോക്കി അവര് എവിടെയാ വൃന്ദാവനം നോക്കിയിട്ട് എല്ലാവരോടൊപ്പം അവര് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്ത് ഗൗഷ്ടീനമത അവരെല്ലാവരും കൂടിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാടിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാളവണ്ടിക്കകത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സാധനങ്ങളെല്ലാം പറക്കി കെട്ടി പിള്ളേരെ എല്ലാം കിറക്കിപ്പറ്റി ആടും പശുവും ആടില്ല അവർ, പക്ഷെ പശു പശു എല്ലാം കൂടെ കെട്ടിപ്പറക്കി അവരെല്ലാവരും കൂടി അവിടെ നിന്നിട്ട് പോവുകയാണ് ചെയ്യുന്നത്. എങ്ങോട്ടാ പോകുന്നത്? വൃന്ദാവനത്തിലേക്ക്. അമ്മയോടൊപ്പം അന്നേരം ആരുണ്ട്? നമ്മുടെ കള്ളക്കണ്ണനും കയറിയിട്ടുണ്ട്, ബലരാമനുണ്ട്, രോഹിണിയുണ്ട്, യശോദമ്മയുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി സന്തോഷത്തോടുകൂടി വർത്തമാനമൊക്കെ പറഞ്ഞ് ചാടി ഓടി നല്ല സന്തോഷമായിട്ട് അവര് വരുവാ ചെയ്യുന്നത്. അവരുടെ കാളവണ്ടി വന്നിരുന്ന ഒരു സ്ഥലം ഇപ്പോഴും ഈ വൃന്ദാവനത്തിലുണ്ടെന്നുള്ളത്. അന്നേരം ഇനി അടുത്തത് അനുമനോജദ്വനിതേനുപാലി പുരപ്രണാദാന്തരദോ വധൂഭേ ഭവദ്വിനോദാലപിതാര പിതാക്ഷരാണി പീയജാജ്ഞായതമാർക്കദൈർഘ്യ. അനുമനുജദ്വനിതേനുപാലി പുരപ്രണാദാന്തരദോ വധൂഭേ ഭവദ്വിനോദാല പിതാക്ഷരാണി പ്രപീയനാജ്ഞായതമാർക്കദൈർഘ്യ. അനുമനുജദ്വനി തേനുപാലി പുരപ്രണാദാന്തരദോ വധൂഭി
ഭവത് വിനോദാല പിതാക്ഷരാണി പ്രബീയനാജ്ഞായത മാർഗദൈർഘ്യം അനോമനഞ്ജദ്ധ്വനിതേനുപാളി പുരപ്രണാദാന്തരദോ വധൂഭി ഭവത് വിനോദാല പിതാക്ഷരാണി പ്രബീയനാജ്ഞായത മാർഗദൈർഘ്യം. വായിച്ചാട്ട്. ഹരേ കൃഷ്ണ മാതാജി. അനോമനോജ്ഞധ്വനിതേനുപാളി പുരാപ്രാണദന്താരദോ വധൂഹി ഭവദ്വിനോദാല പിതാക്ഷരാണി പ്രവീയ ജ്ഞായത മാർഗദൈർഘ്യം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാർഗദൈർഘ്യം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ മാതാജി. അനോമനോജ്ഞധ്വനിതേനുപാളി പുരപ്രണാദാന്തരദോ വധൂഹി ഭവദ്വിനോദാല പീതാക്ഷരാണി പ്രപീയനാജ്ഞയാ മാർഗദൈർഘ്യം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. അനോമനോജ്ഞോധനിതേനുപാളി പുരപ്രണാദാന്തരദോ വധൂഭി ഭവത് വിനോദാല വിദാക്ഷരാണി പ്രവീയ ആജ്ഞായത മാർഗദൈർഘ്യം. ഹരേ കൃഷ്ണ മാതാജി. അതായത് അവരെല്ലാവരും കൂടി എന്താ ചെയ്തത്? ഒട്ടും താമസിച്ചില്ല. വണ്ടിയിൽ കാളവണ്ടിയെ കയറിയിട്ട് അവരെല്ലാം മനോജത്വന് തേനുപാളി അന്നേരം കാളവണ്ടി ഇങ്ങനെ ഒന്നും രണ്ട് കാളവണ്ടി അല്ല, എത്രയോ ആയിരക്കണക്കിന് കാളവണ്ടികളാണ് ഇങ്ങനെ പോകുന്നത്. അന്നേരം ആ കാളവണ്ടി കയറിയിട്ട് അന്നേരം ആ കാളവണ്ടി ഉരുളുന്ന ഒരു ശബ്ദമൊക്കെ ഉണ്ടല്ലോ, അതിന്റെ പിന്നെ കാളയുടെ കുളമ്പടി ഒച്ച എല്ലാം കൂടെ പുരപ്രണാദന്തരതോ വധൂബി കാളകളുടെ കുളമ്പടി ഒച്ച. എന്നിട്ടോ ഭവത് വിനോദാല പിതാക്ഷരാണി, അതിന്റെ ഇടയ്ക്കോ ഭവത് വിനോദാല, ഭഗവാൻ എല്ലാരെയും കുഞ്ഞല്ലേ. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ചിയുള്ള വർത്തമാനത്തിലും പിന്നെയാണെന്നുണ്ടെങ്കിൽ ആ നൃത്തത്തിലും ആട്ടത്തിലും ആ ചരിഞ്ഞുള്ള ഒരു നിപ്പിലും എല്ലാം കൂടി എല്ലാവരുടെയും മനസ്സിന് ആനന്ദം കൊടുത്തുകൊണ്ട് പ്രബീയനാജ്ഞായത മാർഗദൈർഘ്യം. അതുകൊണ്ട് എന്താ പ്രബീയ ഗോപസ്ത്രീകള് ഇത്രയും ദൂരം നന്ദഗാവിൽ നിന്നിട്ട് അതെന്നുണ്ടെങ്കിൽ ചട്ടീകർ എന്ന് പറയുന്ന ഒരു ഗാവാണ് അവിടെ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ദൂരം ഉണ്ടെന്ന് അറിയാമോ? ഇവര് കാളവണ്ടിയിലെ വരുന്നത്. ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയിലായാലും കാറിലായാലും എന്നാൽ തന്നെ 1.5 മണിക്കൂർ. കാളവണ്ടി എത്ര സമയം എടുക്കും? പക്ഷെ അവർ ആ ദൂരം അറിഞ്ഞതേ ഇല്ല. എന്തുകൊണ്ടാ? ഭവത് വിനോദാൽ പിതാക്ഷരാണി, അങ്ങയുടെ ആ ഓരോരോ തമാശ പറച്ചിലും എല്ലാവർക്കും പാട്ടുമൊക്കെ പാടി ഒരു ചാടി അങ്ങനെ ഒരു ചാടിയൊക്കെ ഇങ്ങനെ എല്ലാവരും എന്ത് ചെയ്തു? പ്രബീയനാജ്ഞായത മാർഗദൈർഘ്യം എന്ന് പറഞ്ഞ വഴി ദൂരം അവരറിഞ്ഞതേ ഇല്ല. അല്ലെ? നമ്മളായി കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ കാറിനകത്തായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മുഖം വീർപ്പിച്ചു എല്ലാവരും മുഖം വീർപ്പിച്ചു കൂട്ടിയിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ 1 കിലോമീറ്റർ ദൂരെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും അയ്യോ എത്ര ദൂരമാണ് നമ്മൾ വന്നത്. അതേസമയം 100 കിലോമീറ്റർ പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ അതിനകത്ത് അടിപൊളിയായിട്ട് നല്ല വർത്തമാനം പറയുന്ന ആൾക്കാരും ചിരിച്ച് തമാശ പറയുന്ന ആൾക്കാരും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ 100 കിലോമീറ്റർ ആയി കഴിഞ്ഞാൽ 1 കിലോമീറ്ററിൽ പോലെ നമുക്ക് തോന്നുന്നത് അല്ലെ? എന്ന് പറയുന്നത് പോലെ ഇവിടെ അതേപോലെ ഭഗവാൻ എല്ലാവരെയും ആനന്ദിപ്പിച്ചുകൊണ്ട് അവർക്ക് മാർഗദൈർഘ്യം അറിയാതെ നമ്മളെല്ലാവരും ആനന്ദത്തോടുകൂടി യാത്ര ചെയ്തു. നിരീശ വൃന്ദാവനമീശ നന്ദ പ്രസൂന കുണ്ട പ്രമുഖാദ്രുമൗക്യ അമോദാശാദ്വല സാന്ദ്രലക്ഷ്മ്യ ഹരിമണി കുട്ടി അവിഷ്ടശോഭ. നിരീശ വൃന്ദാവനമീശ നന്ദ പ്രസൂന കുണ്ട അമോദാശാദ്വല സാന്ദ്രലക്ഷ്മ്യ ഹരിമണി കുട്ടി അവിഷ്ടശോഭ. നിരീശ വൃന്ദാവനമീശ നന്ദത് പ്രസൂന കുന്ദ പ്രമുഖ ദ്രുമൗക്യ അമോദാശാദ്വല സാന്ദ്രലക്ഷ്മ്യ ഹരിമണി കുട്ടി അവിഷ്ടശോഭം. നിരീശ വൃന്ദാവനമീശ നന്ദത്
പ്രസൂനകുന്ദ പ്രമുഖ ദ്രുമൗക്യം അമോദത ശാദ്യല ചാന്ദ്രരശ്മ്യ ഹരിമണിക്കുട്ടി അവിഷ്ട ശോഭം. വായിക്കാതെ വായിച്ചോളൂ. ഹരേ കൃഷ്ണ മാതാജി. നിരീക്ഷ വൃന്ദാവനമീശനന്ദ പ്രസൂനകുന്ദ പ്രമുഖ ദ്രുമൗഖം അമോദാശാദ്വല സാന്ദ്രലക്ഷ്യ ഹരീന്മണി കുട്ടിമപുഷ്ടശോഭം. ഹരേ കൃഷ്ണ മാതാജി. അടുത്ത ആള്. ഹരേ കൃഷ്ണ മാതാജി. നിരീക്ഷ വൃന്ദാവനമീശനന്ദ പ്രസൂനകുന്ദ പ്രമുഖ ദ്രുമൗഖ്യം ആമോദത ശാദ്വല സാന്ദ്രലക്ഷ്മി ലക്ഷ്മ്യ ഹരിമണി കുട്ടിമ പുഷ്ടശോഭം. ഹരേ കൃഷ്ണ മാതാജി. വായിക്കാത്തവര് വായിക്കുന്നു കേട്ടോ. ഹരേ കൃഷ്ണ മാതാജി. വായിച്ചു. നിരീക്ഷ വൃന്ദാവനമീശനന്ദ പ്രസൂതകുന്ദ പ്രമുഖദ്രുമൗഖം അമോദതാ ശാദ്വല സാന്ദ്രലക്ഷ്യാം ഹരിമണിം കുട്ടിമപുഷ്ടശോഭം. ഹരേ കൃഷ്ണ. ഇനി ഒരാളോട് വായിക്കൂ. ഹരേ കൃഷ്ണ മാതാജി. നിരീക്ഷ വൃന്ദാവനമീശനന്ദ പ്രസൂനകുന്ദ പ്രമുഖ ദ്രുമൗഖം അമോദദാസ്മ സാന്ദ്രലക്ഷ്മ്യ ഹരിന്മണി കുട്ടി അപുഷ്ടശോഭം. വരൂ. ഇനി ഒരാളോട് വായിച്ചോളൂ. വായിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വായിച്ചോളൂ. വായിക്കേ. ഹരേ കൃഷ്ണ. നിരീക്ഷ വൃന്ദാവനമീശനന്ദൽ പ്രസൂനകുന്ദ്ര പ്രമുഖദ്രുമൗഖം അമോദദശാദ്വല സാന്ദ്രലക്ഷ്മ്യ ഹരിമണി കുട്ടിമപുഷ്ടശോഭം. ഹരേ കൃഷ്ണ. ഇനി പ്രവചിമാരെ തന്നെ വായിച്ചോളൂ. ഇനി അടുത്തത് അടുത്ത ആള് വായിക്കേ. ഹരേ കൃഷ്ണ മാതാജി. നിരീക്ഷ്യ വൃന്ദാവനമീശനന്ദത് പ്രസൂനകുന്ദ പ്രമുഖദ്രുമൗഖം അമോദധാശാദ്വല സാന്ദ്രലക്ഷ്മ്യ ഹരിന്മണി കുട്ടിമപുഷ്ടശോഭം. ഇനി അടുത്ത ആള് വായിക്കേ. ശശിപ്രഭു വായിരേ. ഹരേ കൃഷ്ണ. നിരീക്ഷ്യ വൃന്ദാവനമീശനന്ദ പ്രസൂനകുന്ദ പ്രമുഖദ്രുമൗഖം അമോദ ശാദ്വല സാന്ദ്രരശ്മ്യ ഹരിന്മണി കുട്ടി അപുഷ്ടശോഭം. വരും. ഇനി വേറെ ആരുടെ ഉണ്ടോ എന്ന് പറഞ്ഞില്ലേ? വായിക്കാൻ പറ്റുമോ? വായിച്ചോളൂ. ഹരേ കൃഷ്ണ മാതാജി. വൃന്ദാവനമീശനന്ദ പ്രസൂന കുന്ദ പ്രമുഖ ദ്രുമൗഖം അമോദശാദ്വല സാന്ദ്രലക്ഷ്മ്യ ഹരിന്മണി കുട്ടിമപുഷ്ടശോഭം. ഹരേ കൃഷ്ണ. ഇങ്ങനെ എല്ലാവരും നിരീക്ഷിച്ചോണ്ടാ പോകുന്നത്. നമ്മളായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്തോട്ട് പോകുമ്പോൾ രണ്ട് സൈഡിലും നിരീക്ഷിക്കത്തില്ല. അന്നേരം നിരീക്ഷ വൃന്ദാവനമീശനന്ദ എല്ലാവരും ഇങ്ങനെ വൃന്ദാവനത്തെ നിരീക്ഷിച്ചോണ്ട് വരുന്ന സമയത്ത് അവിടെ എന്തുവാ? പ്രസൂനകുന്ദ പ്രമുഖ ദ്രുമൗഖ്യം. നല്ല പച്ച പുൽത്തകടി അവിടെ എല്ലാം ഉള്ളത്. നല്ല രസമായിട്ടുള്ള സ്ഥലം. എന്നിട്ടോ അമോദത ശാദ്വല ചാന്ദ്രരശ്മ്യ നല്ല പൂക്കള്. വൃന്ദാവനത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ അതിശയിച്ചു പോകുന്നുള്ളത്. ഈ പൂക്കൾ ചില വലിയ വലിയ മരങ്ങളിലുണ്ടല്ലോ, നല്ല രസമുള്ള പൂക്കൾ. ഞാൻ കണ്ടിട്ടില്ലാത്ത പൂക്കളൊക്കെ വൃന്ദാവനത്തിൽ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ടെന്നുള്ളതാ. ഇങ്ങനെ പൂത്തൊലഞ്ഞു നിൽക്കുമെന്നുള്ളതാ. എന്ത് രസമായിട്ടാണെന്നറിയാമോ? കാർമേഘ കളറിലുള്ള പൂക്കളൊക്കെ കൂടുതലും ഉണ്ടെന്നുള്ള. നമ്മൾ ഈ ഗോവർദ്ധ സൈഡിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ വൃക്ഷങ്ങൾ പോലും ഉണ്ടല്ലോ കൃഷ്ണന്റെ കളറാണെന്ന് തോന്നി പോകുന്നുള്ളത്. യഥാർത്ഥത്തിൽ അങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കളർ തന്നെയാണെന്നുള്ളതാണ് ഗോവർദ്ധനത്തിൽ. ഇവിടെയൊക്കെ എല്ലാവരും ഭഗവാന്റെ സേവയ്ക്ക് വേണ്ടി നിന്നിട്ട് ഉത്സാഹിതരാണെന്നുള്ളത്. അതുകൊണ്ട് എങ്ങനെയൊക്കെ അവർക്ക് ഭഗവാനെ സേവിക്കാൻ പറ്റുമോ അങ്ങനെയെല്ലാം അവർ സേവിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവരാലെ കഴിയുന്നത് പോലെ അവർ ചെയ്യുന്നുള്ളത്. അതുകൊണ്ട് എത്ര പൂക്കളായി കഴിഞ്ഞു കഴിഞ്ഞാലും ആ പൂ പോലും ഭഗവാന്റെ സേവയ്ക്ക് വേണ്ടിയിട്ടാണെന്നുള്ള പാവത്തിലാണ്. നമ്മളിപ്പം കണ്ടായിരുന്നു. അന്നേരം എന്തായിരുന്നു? പാലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അടപ്പെ തിളച്ചു തൂവിയപ്പം ആചാര്യന്മാരെന്താ പറഞ്ഞത്? പാല് വിചാരിച്ചു എന്നെ ഭഗവാൻ ഇനി കുടിക്കില്ല, പിന്നെ അമ്മയുടെ പാലാ കുടിക്കുന്നത്. അന്നേരം ഞാനിനി എന്തിനു വേണ്ടിയിട്ടാന്ന് പറഞ്ഞിട്ട് തീയില് ചാടി ആത്മഹത്യ ചെയ്യുവാന്ന് അവരുടെ ഭാവനയിൽ അവർ മെനഞ്ഞെന്നുള്ളത്. അതേപോലെ തന്നെയാണ് ഇവിടെ
നമുക്ക് കാണാൻ പറ്റിയ ഒരുപാട് വൃക്ഷങ്ങള് എന്ത് രസമായിട്ടാ പൂത്തൊലഞ്ഞു നിൽക്കും. പക്ഷെ കണ്ടിട്ടില്ലാത്ത കളറുകളുള്ള അതായത് ഇങ്ങനെ ഈ ഗോപന്മാര് ഇവരെല്ലാവരും കൂടി ഇങ്ങനെ കളവണ്ടി വരുന്ന സമയം രണ്ട് സൈഡിലും നിരീക്ഷിക്കുന്ന സമയത്ത് എന്താണ്, നല്ല പച്ചലിപ്പുള്ള സ്ഥലം, നല്ല പുൽത്തകടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുൽത്തകടി നോക്കിയിട്ടാണല്ലോ അവർ കൂടുതലും അങ്ങോട്ട് മാറുന്നത്. അതേപോലെ നല്ല പൂക്കള വിരിഞ്ഞ് ഇത് ഇവിടെ മയിലിന്റെ ശബ്ദങ്ങള്, ഹരിമണി കുട്ടി അവിഷ്ടശോഭം. അങ്ങനെ വൃന്ദാവനത്തെ നോക്കിക്കണ്ട് അവരെല്ലാവരും ആനന്ദത്തോടുകൂടി വൃന്ദാവനത്തിലേക്ക് വരുന്ന ആ ഒരു ഭാഗമാണ്. നിരീക്ഷ വൃന്ദാവനം ഈശനന്ദത്. നന്ദനും ബാക്കി എല്ലാവരും ഗോപന്മാരും എന്ത് ചെയ്തു? വൃന്ദാവനത്തിന് നിരീക്ഷിക്കുന്നു. എങ്ങനെയാണ്? പ്രസൂനകുന്ദ പ്രമുഖ ദ്രുമൗക്യം. രണ്ട് സൈഡിലും നിരീക്ഷിക്കുന്ന സമയത്തുണ്ട്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ റോഡുകളൊക്കെ ആയിരിക്കും എന്ന് വെച്ചോ. ഇതേപോലെയുള്ള വലിയ വലിയ റോഡുകളോ ടാറിട്ട റോഡുകളോ ഒന്നും ഇല്ലല്ലോ. എന്നിട്ട് അങ്ങനെ രണ്ട് സൈഡിലും പച്ച പുല്ല് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന ആ പുൽത്തകടികളും പിന്നെ അതേപോലുള്ള ഓരോ പൂക്കളെ കൊണ്ട് അലങ്കൃതമായിട്ടുള്ള മരങ്ങളും പിന്നെ ചെടികളും എന്ന് പറയേണ്ട കണ്ണിന് കൗതുകമായിട്ട് അവർ എല്ലാം നോക്കിക്കണ്ടിട്ട് അവരെവിടെ വന്നു? വൃന്ദാവനത്തിലേക്ക് പ്രവേശിച്ചു. മേരോ വൃന്ദാവൻ മഹാൻ. ഹരേ കൃഷ്ണ. നമുക്ക് ഇന്ന് ഈ അഞ്ചെണ്ണം തീർന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അഞ്ചെണ്ണം കൂടി ബാക്കിയുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്കത് തീർക്കാം. ഇത്രയും പഠിപ്പിച്ചതെല്ലാം ശ്രീ പൊന്നുഗുരുവായൂരപ്പന്റെ തൃപ്പാദത്തിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് കൂടെ അവസാനിപ്പിക്കാം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നല്ല ഇനി ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടേ നമ്മൾ പാടത്തുള്ളൂ. അതുവരെ എല്ലാവരെയും ഭഗവാനെ എന്നും ഭഗവാന്റെ എല്ലാവിധ കൃപാ കടാശം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഹരേ കൃഷ്ണ. ഹരി ബോൾ.